ആ ടോർച്ചുമ്മലാണ് ഈ സുധീഷ് സാർ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആ ഒരാളായിട്ടുണ്ട് വരികയാണ്. മൂപ്പര് ഒരാളായിട്ട് വന്ന അപ്പൊ നമുക്കൊരു സമാധാനമായി. ആ ടോപ്പിൽ എന്നിട്ട് രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഒരാൾ ഇങ്ങനെ പറയല്ലേ, അപ്പൊ രണ്ടാൾ അതിനകത്ത് കുടുങ്ങിക്കെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല, ഞങ്ങൾക്ക് അവിടെ എത്തി. അതായത് എത്തണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒന്നും ആദ്യം പകുതി എത്തിയപ്പോൾ ഞാൻ ചിന്തിക്കണമെന്ന് ചിന്തിച്ചു. അതായത് ആ മരം അത്ര ഒരു ഉറപ്പില്ലാത്തൊരു മരമായി തോന്നി നമുക്ക്. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ടാണ് കയറി. ഇങ്ങനെ കുറേ ആളുകൾ ഉള്ളത് കൊണ്ടാണ് എത്ര വലിയ അപകടം നടന്നാലും ആളുകളെ രക്ഷിക്കുന്നത്. ഇവർ വലിയ വർത്താനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ തൻ്റെ ജീവൻ പണയം വെച്ചിട്ട് മറ്റുള്ളവർക്കൊരു പ്രയാസം വരുമ്പോൾ ചാടി വീണ് രക്ഷപ്പെടുത്താൻ. ഇന്ന് 3 പേരെ, എത്ര പേരെ രക്ഷപ്പെടുത്തിയത്? 3 പേരെ. ബാക്കിൽ നിങ്ങൾക്കറിയാലോ, കോട്ടക്കൽ വലിയൊരു തീപിടുത്തം നടന്നു. അതിൽ നിന്നും 3 പേരെ വളരെ സാഹസികമായി രക്ഷപ്പെടുത്തിയ കുറച്ച് ആളുകൾ, ഇനിയും ഒരു പക്ഷേ ആളുകളുണ്ടായിരിക്കും. ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, ഞങ്ങളെ കോട്ടക്കക്കാരാണ്, കോട്ടക്കൻ്റെ അഭിമാന താരങ്ങളാണ്. എൻ്റെ പേര് ഹാരിസ് ഭായ്. ഒക്കെ അറിയണവരെന്നെ അവരെന്നെ പറയട്ടെ. എൻ്റെ പേര് ഖാലിദ് ഭായ്. സക്കീർ ഭായ്ക്ക് എന്താ കയ്യിനവിടെ ഇതുണ്ടല്ലോ, നിങ്ങൾ എന്താന്ന് പറയും? ബഷീർ. ഹാരിസ്. രാവിലെ ഞങ്ങൾ രാത്രി ഓടുന്ന ഓട്ടോ ഡ്രൈവറാണ്. രാവിലെ ഓട്ടം കഴിഞ്ഞാണ്ട് പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടതാണ്. അപ്പോൾ കണ്ട പാടെ അവർ വിളിച്ച സമയത്ത് ഞങ്ങൾ ഓടി എത്തി. ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് അവിടുന്ന് പോന്നിട്ടുള്ളൂ. അവിടെ വേറെ വണ്ടിക്കാരില്ല, എല്ലാവരും പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിലവിളി കേൾക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് നോക്കുമ്പോൾ ഫ്രണ്ട് ഫുള്ള് ആള് കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ട് അടുക്കാൻ കഴിഞ്ഞില്ല. 5:20 ആയിട്ട് പറയാം. ആ സമയത്ത് പിന്നെ ആള് ഇത് കത്തിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിലവിളി കേൾക്കുന്നുണ്ട്. അപ്പം ഞാനും ഈ സീനത്തിൻ്റെ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരനും കൂടി അവിടെ കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ട്. അവരെ പോയിട്ട് വിളിച്ച് അങ്ങനെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിലേക്ക് പോകാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ലാസ്റ്റ് ബാവുട്ടേക്കും ഇവരൊക്കെ വന്നതിന് ശേഷമാണ് ബാക്കിലേക്ക് വൈണ്ട് പറഞ്ഞ് അങ്ങനെ അതിന്റെ ബാക്ക് കൂടെ ബാക്കിൽ പോയ സമയത്ത് അവിടെ ഒരാൾ ബിൽഡിങ്ങിന്റെ മുകളിലുണ്ട്. അപ്പം അതിന്റെ ഏറ്റവും ടോപ്പിൽ അങ്ങനെ അവനാണ് പറഞ്ഞത് ഉള്ളിൽ 2 ആൾ കുടുങ്ങി കിടക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഫയർഫോഴ്സ്. അങ്ങനെ ആ സമയത്താണ് ഇവരും ഖാലിദ് ഭായ്, സക്കീർ ഭായ് കയ്യേറി. രണ്ടുപേരും കൂടി ആ പൊടിണിന്റെ മേലെ കൂടെ പറഞ്ഞോളിഞ്ഞ് ആ സംഭവം എന്തായി? ഞങ്ങള് പേര് പറഞ്ഞപ്പോ ഞങ്ങള് ബാക്ക് കൂടി പോയപ്പോ ബിൽഡിങ്ങിന്റെ ആളുണ്ട്. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് ഒരാൾ പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു ഇതിനകത്ത് 2 ആൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, അവരെ രക്ഷപ്പെടുത്തണം പറഞ്ഞ്. അന്നേരം ഞങ്ങള് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ മേലെ കൂടി ഞങ്ങൾ 2 ആളോട് കയറിയിട്ട് പിന്നെ ആ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ സീറ്റൊക്കെ കുറെ ഞങ്ങൾ പുഴക്കി നോക്കി, ഒന്നും കഴിയണില്ല. എന്നാലും കഴിയുന്ന മാതിരി പിന്നീട് ആളുകളൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും കൂടി അത് ഓപ്പൺ ആക്കി. അതിൻ്റെ രസമാണ് പിന്നെ ഇതിൻ്റെ സാർമാർ വന്ന് ഓക്സിജൻ കൊണ്ടുവന്ന്. അതായത് ആ സീറ്റ് അങ്ങനെ ഇങ്ങനെ കിട്ടൂല, അതിന്റെ അടി കൂടെ നമ്മൾ കമ്പിട്ട് ഇടഞ്ചാലൊന്നും കിട്ടൂല. അങ്ങനെയാണ് മറ്റേത് കൊടുക്കുന്നത്, നമ്മളെ വിക്കാസ് കൊടുത്തിട്ട് ബോൾട്ട് മാത്രം കൊത്തിയിട്ട് മാറ്റിയിട്ടാണ് ആ ഷീറ്റ് പൊന്തിച്ചത്. ആ പൊന്തിച്ച സമയത്താണ് ഈ കൈ ഞങ്ങൾ ഇവിടുന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് അങ്ങോട്ട് മുകളിലോട്ട്. കാരണം പോലെ അതുവരെ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. ഞങ്ങൾ 2 പേരോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരിയെന്ന് പറഞ്ഞാൽ വിളിച്ചെത്താൻ ഈ സുധീഷ്, അക്ഷയ് എന്ന് പറഞ്ഞ 2 വ്യക്തികൾ. ആ 2 ഫയർഫോഴ്സിനെ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. കാരണം അത്ര ആത്മാർത്ഥയോടെ ഞങ്ങൾ പറഞ്ഞ അവരും കേട്ട്, അവർ പറഞ്ഞ് ഞങ്ങളും കേട്ട് അവർ ജീവൻ പണയം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അതിലുപരി അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ട്, അവൻ്റെ പേരെന്തോ കണ്ടു. അവനാണ് പറഞ്ഞത്. അവന് ഞങ്ങളെല്ലാവരും ഇത് കിട്ടൂലെന്ന് പ്രതീക്ഷിച്ച് പുറത്ത് പോകുന്നതാണ്. പക്ഷെ അവൻ്റെ ആത്മാർത്ഥ, അവൻ നൗഫലെ എന്ന് വിളിച്ചത് എല്ലാവരും ചേർന്ന് വർക്കനെ വിളിച്ച് അതിൽ ചെറിയ ഒരു സൗണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടു. അതിൽ പിന്നെ ഈ സുധീഷും അക്ഷയ് എന്ന് പറഞ്ഞ 2 വ്യക്തികള് ജീവൻ പണയം വെച്ചാണ് ഫയർഫോഴ്സിന്റെ ആൾക്കാർ. നല്ല ഉഷാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുമില്ല, ആത്മാർത്ഥമായിട്ട് സ്വന്തം കൂടപ്പറമ്പിനെ രക്ഷിക്കാൻ പോകുന്ന പോലത്തിൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട്. പിന്നെ ഈ അക്ഷയ് എന്ന് പറഞ്ഞ സാറാണ് അതിൻ്റെ ഉള്ളിൽ പോയത്. അതിൻ്റെ ഉള്ളിൽ പോയി ഓക്സിജൻ വെച്ച് പോയി. ഞാൻ പിന്നെ മറ്റേ സാറിന്റെ പേരെന്താണ്? സുധീഷ് സാറിന്റെ ബാക്കിൽ, ഞാൻ തൊട്ട ബാക്കിലുണ്ട്. സുധീഷ് സാറിന് ഞാനാണ് എന്റെ മൊബൈൽ ടോർച്ച് കൊടുത്തത്. ആ ടോർച്ചിന്റെ ഉള്ളില് ആ ഉള്ളിലത്തെ ആ ടോർച്ചുമ്മലാണ് ഈ സുധീഷ് സാർ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആ ഒരാളായിട്ടുണ്ട് വരികയാണ്. മൂപ്പര് ഒരാളായിട്ട് വന്ന അപ്പൊ നമുക്കൊരു സമാധാനമായി.
അതിൽ ഞാൻ ഒരു കൈ പിടിച്ചു. അതിൽ ഖാലിദ്, ബലെ, റഫീഖ്, ബസീർ എല്ലാവരും കൂടി വന്നു. സക്കീർ, ആരിസ് എല്ലാവരും കൂടി വന്നു. ഞങ്ങളെല്ലാവരും പിടിച്ചിക്കാണ്ട് ഓരോരുത്തരെ കൊടുത്തു. അവരെടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞേക്ക് അവർക്ക് വീണ്ടും തീ പടർന്നു, ഭയങ്കരമായിട്ട് പടർന്നു. നമ്മൾ പള്ളിക്കൽ നേരെ സുബൈസ്കരിക്കാൻ പള്ളിക്ക് പോകുമ്പോൾ തിരിച്ച് പള്ളിക്ക് നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈ നമ്മളെ തൊഴിലാളികൾ, നമ്മളെ ബസീറുണ്ട്, ഖാലിദ് ഉണ്ട്, റഫീഖ് ഉണ്ട്, അവരവിടുന്ന് പോരുന്നുണ്ട്. അപ്പം എന്നോട് വാട്ടക അങ്ങനെ 199 കട കത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും പാടെ, ഞാൻ പിച്ചനാസർ ഉണ്ട്, സക്കീർ ഉണ്ട്, മമ്മിയാക്കൽ നെമ്പാ വെക്ടറിന് അവിടുന്ന് പോകുന്നു. വന്നപ്പോൾ ഇവിടെ ഒരു കൂട്ടുണ്ട്. ഈ കൂട്ടത്തിനാണ് ഞാൻ റൂട്ട് കാണിച്ചു. നമ്മളെ വാർഡ് 3-ാം വാർഡ് വാർഡാണ്. ആ വാർഡിന്റെ അടിസ്ഥാനത്തിൽ ആ റൂട്ട് കാണിച്ചു കൊടുത്ത്. ആ റൂട്ട് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇങ്ങനെ കയറാൻ വഴി അങ്ങോട്ട് കയറാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്ത്. ഇങ്ങനത്തെ കാര്യം സൗകര്യം കുടുങ്ങിയിട്ടുണ്ടാവും. ഇതിന് അഭിമാനമാണ്, നമ്മളെ കുട്ടികളൊരു അഭിമാനമാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, നമ്മളെ കുട്ടികൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായാലും എല്ലാവർക്കും തെറ്റും കുറ്റമായിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കാണുള്ളൂ. ഇങ്ങനത്തെ ഒരു കാര്യത്തിന് നമ്മളെ തൊഴിലാളികൾ ഒരുമിച്ച് ഞാൻ കണ്ട സംഭവം ഇവിടെ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് കാണിച്ചു തന്നു ഇദ്ദേഹം. അവിടെ കയറിയ മരുന്നൊക്കെ കാണിച്ചു തന്നപ്പോൾ നമ്മളിപ്പോഴാണ് ആ ഭാഗം കാണുന്നത്. പറഞ്ഞോളൂ എന്താ പറയാ, ഫസ്റ്റ് കയറിയ ആൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, എങ്ങനെയൊക്കെ അവിടെ എത്തി. അതായത് എത്തണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒന്നും ആദ്യം പകുതി എത്തിയപ്പോൾ ഞാൻ ഇനി കയറണമെന്ന് ചിന്തിച്ചു. അതായത് ആ മരം അത്ര ഒരു ഉറപ്പില്ലാത്തൊരു മരമായി തോന്നി നമുക്ക്. ആണല്ലേ? പിന്നെ ആ രണ്ടും കൽപ്പിച്ചിട്ടാണ് കയറിയിട്ട് പിന്നെ നേരെ കാലത്തിക്കാണ്ട് വന്നു. കാലത്തിക്കാൻ കയറി അവിടെ കിടന്നിട്ട് അവന്മാര് ആ ടോപ്പിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഒരാൾ ഇങ്ങനെ പറയല്ലേ. അപ്പൊ 2 ആൾ അതിനകത്ത് കുടുങ്ങിക്കെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് അറിയണല്ലേ, കുറെ കഴിഞ്ഞ ശേഷം അറിയണത്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഒറ്റക്കെട്ടായി നമ്മളെ പ്രവർത്തകരൊപ്പം നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഫയറും പോലീസും എല്ലാ സപ്പോർട്ടും. അവരിപ്പോ ഇവിടെ അൽമാസിലാ. എന്താ അവസ്ഥ എന്താ? ഫസ്റ്റ് ഇറങ്ങിയ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, രണ്ടാമത് ഇറങ്ങിയ ആള് അപ്പൊ ബോധമില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ നമ്മളെ ഇടപെടൽ കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു. സംശയമില്ലല്ലോ. അക്ഷയ് സാറും സുധീർ സാറിനെ നമുക്ക് പ്രത്യേകം മൂപ്പരെ പോയി കാണണം, 2 ആളെ പോയി കാണണം. അവരാണ് ആ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. ഒരു അഭിമാനമാണ്. 5 മിനിറ്റ് വൈകിക്കണമെന്നുണ്ടെങ്കിൽ 2 ജീവൻ നമുക്ക് കിട്ടൂലായിരുന്നു. ഞങ്ങൾ കിട്ടില്ലെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അവിടെ ഉള്ള സ്റ്റാഫ് കാരണം ജീവിതം നമ്മളെ മറ്റുള്ള ആൾക്കാർ കുടുങ്ങി കിടക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ നോക്കുക. നമ്മളെ തടിയല്ല നോക്കുന്നത്. ഇതിന്റെ പേര് ഞങ്ങൾ അറിഞ്ഞു, നൗഫല് എന്നുള്ള. ആ നൗഫലെന്ന് എല്ലാരും കൂടി ഇങ്ങനെ വിളിക്കണേ, നൗഫലെന്ന്. അപ്പൊ ഇവർക്കാണെങ്കിൽ കഴിയുന്നില്ല ഇങ്ങനെ. പിന്നീടും ഞങ്ങള് അവിടുന്ന് ഇങ്ങോട്ട് പുറകിട്ട് പോന്നപ്പോ വീണ്ടും അവിടെ ജോലി ചെയ്യുന്ന ആളുണ്ടല്ലോ, അവരത് പോലെ അതിനകത്ത് ആളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ളിൽ മറ്റേ പാത്രങ്ങളല്ലേ മുഴുവൻ പാത്രങ്ങൾ ഒന്നും കൂടി ബ്ലോഗൊക്കെ ചെയ്തിട്ട് നല്ല ഉഷാറായിട്ട് ഓപ്പൺ ആവാണ് കട. അതിനിടയിൽ മൊത്തം ഒന്നുമില്ലാതെ കംപ്ലീറ്റ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും കിട്ടില്ല. ഫയറിനെ വിളിച്ചിട്ടുണ്ട്, ഫയർ വരുന്നുണ്ട്. ഈ 8-10 ആളുള്ളവരുള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ആവേശത്തിൽ അവിടെ വർക്ക് ചെയ്തത്. ഒരാളെ 2 ആളെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. എന്തായി കോട്ടയക്കാരെ കുറിച്ച് എന്താ അഭിമാനം? അപ്പൊ ഇതിന്റെ ക്ലാസ്മേറ്റ് ആട്ടോ മരക്കാരെ. എന്താ മോനെ, എസ്പീന്റെ വലിയ ആളാണ്. എങ്ങനെയുണ്ട്? എന്താ ഒരുപാട് സഹായിച്ചില്ലേ? സഹായിച്ചു. എത്ര മണിക്ക് ഇവിടെ എത്തിയത്? 5 മണിക്ക് എത്തി. 5 മണി പുലർച്ചെ മുതൽ ഈ ടീമിന്റെ ഒപ്പം ഉണ്ട്. മരക്കാരെ എന്റെ ക്ലാസ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്.